വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ കുറച്ചധികം നാളായല്ലേ നമ്മൾ ദുബായ് ജോബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. ഇത് ദുബായ് ജോബ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു പ്രൊഫഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഇപ്പോഴും മോസ്റ്റ് കോമൺ ആയിട്ട് ലിങ്ക്ഡിൻ തന്നെയാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ലിങ്ക്ഡിൻ എങ്ങനെയാണ് തെറ്റുകൾ കൂടാണ്ട് നമ്മുടെ പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവരും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഇടുക എന്നുള്ളതാണ്. ഇപ്പോഴും ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കൂടെ പോകുമ്പോൾ പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്ത ഒരുപാട് പ്രൊഫൈലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ പിക്ചർ മസ്റ്റ് ആണ് ആൻഡ് ദാറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അറ്റയർലി ഉള്ളൊരു ഫോട്ടോയാണ് വേണ്ടത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രൊഫൈൽ പിക്ചർ ആക്കുന്ന പോലെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചറൊന്നുമല്ല. നമ്മുടെ CV-യിലുള്ള ഫോട്ടോയോ നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ ഫോട്ടോ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പ്രൊഫൈൽ പിക്ചറിന്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് സമ്മറി ഏരിയയിലേക്കാണ് കേട്ടോ. ഈ സമ്മറി സെക്ഷനിൽ നമുക്ക് നമ്മളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ ഭാവിയിൽ അങ്ങനെ ഒരു സമ്മറി, നമ്മളെ പറ്റിയുള്ള ഒരു സമ്മറിയാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. ഇത് ചിലരൊക്കെ 1-2 സെന്റൻസിലൊക്കെ ഒതുക്കാറുണ്ട്. പക്ഷെ മാക്സിമം 2000 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള മാക്സിമം എക്സ്പ്ലനേഷൻസ് ആ സമ്മറി ഏരിയയിൽ കൊടുക്കാൻ പറ്റും. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായിരിക്കും ഇത് എഴുതുക സമ്മറി? നമുക്ക് വേറൊരാളുടെ നോക്കി കോപ്പി അടിച്ച് എഴുതാൻ പറ്റാത്തൊരു സംഭവമാണിത്. ഒരു എഞ്ചിനീയറുടെയോ വേറൊരു പ്രൊഫഷണലുള്ള ആളുടെ നോക്കി നമുക്ക് ഒരിക്കലും നമ്മുടെ സമ്മറി എഴുതാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒത്തിരി സജ്ജീകരണങ്ങളുണ്ട് കേട്ടോ. ലൈക്ക് ChatGPT-യിലൊക്കെ നമ്മൾ ക്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എന്താണ് വേണ്ടതെന്നുള്ള ക്ലിയർ ആയിട്ട് എഴുതി വരുമല്ലോ. അപ്പൊ അതിന്റെ ഹെൽപ്പും കൂടി എടുത്തിട്ട് സമ്മറി സെക്ഷൻ നല്ല അടിപൊളിയായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സമ്മറി സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ നമ്മുടെ ഹെഡ്ലൈൻ ആണ്. ഈ ഹെഡ്ലൈൻ ആണ് ക്ലിയർ ആയിട്ട് ഒരു ജോബ് സീക്കറിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് സെക്ടറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഏത് തരം ആൾക്കാരെയാണ് നമ്മൾ ഇനി സെർവ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ക്ലിയർ ടാഗ് ലൈൻ ആണ് ഈ ഹെഡ്ലൈൻ എന്നുള്ളത്. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്. ഇപ്പൊ ചിലര് ഭയങ്കര കോമൺ ആയിട്ട് അക്കൗണ്ട്സ്, സെയിൽസ് അങ്ങനെയൊക്കെ എഴുതാറില്ലേ. അതിന് പകരമായിട്ട് നിങ്ങൾ എക്സാക്ട് എന്ത് പൊസിഷനാണോ നോക്കുന്നത് അത് ക്ലിയർ ആയിട്ട് ഹെഡ്ലൈനിൽ മെൻഷൻ ചെയ്യണം. അതൊരു കീവേഡ് ആയിരിക്കണം. കാരണം ഒരു ജോബ് റിക്രൂട്ടർ സെർച്ച് ചെയ്യുന്ന വേർഡുകളായിരിക്കണം നമ്മുടെ ഹെഡ്ലൈൻ ആയിട്ട് വരേണ്ടത്. ഒരു ജോബ് റിക്രൂട്ടർക്ക് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ വേണമെങ്കിൽ അയാൾ ലിങ്ക്ഡിനിൽ അടിക്കുക സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നായിരിക്കണം. അപ്പോൾ അത് നമ്മുടെ CV-യിൽ ഉണ്ടെങ്കിലാണ് അവർക്ക് അത് ക്യാച്ച് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കീവേഡുകൾ ഹെഡ്ലൈനിൽ മസ്റ്റ് ആയിരിക്കണം. പിന്നെ ഈ ഗ്രാമർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ ഉള്ളത് കാര്യം ഭയങ്കര കെയർഫുൾ ആയിട്ട് നോക്കണം. നമ്മുടെ CV എത്ര കെയർഫുൾ ആയിട്ടാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിലും കെയർഫുൾ ആയിട്ട് വേണം ഇത്തരം പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. നിങ്ങളുടെ CV കാണുന്നതിന് മുമ്പുള്ള ഇംപ്രഷൻ ആണ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത് ജോലിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ വേറെ ആൾക്കാരെ കണക്ട് ചെയ്യുമ്പോൾ, വലിയ പ്രൊഫഷണൽസിനെയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിവേ അവർ മിക്കവാറും ആ പ്രൊഫൈലൊന്നും എടുത്ത് നോക്കും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കാണുന്ന തന്നെ ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുമല്ലേ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കുക. ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒന്നും ഒരു ഇതിലും പാടില്ല. പിന്നെ നമുക്ക് നമ്മുടെ സ്കില്ലുകൾ ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലിങ്ക്ഡിനിൽ. അതിലെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന 3 സ്കില്ലുകളാണ് വേറെ ആരെങ്കിലും നമ്മുടെ പ്രൊഫൈലിൽ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് സ്കില്ലുകൾ അതിനകത്ത് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതൊരു ഓർഡറിലല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലായിരിക്കും ആദ്യം കാണിക്കുക. പ്രൊഫഷന് മാച്ച് ആകുന്ന തരത്തിലുള്ള സ്കില്ലുകൾ ആദ്യം വരത്തക്ക രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ലൈനിലോ സമ്മറിയിലോ ഒരിക്കലും ഞാനൊരു ജോബ് സീക്കർ ആണ്, അൺഎംപ്ലോയിഡ് ആണ്, അങ്ങനെയുള്ളൊരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പ്രൊഫഷണലിസത്തെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ വെക്കാതിരിക്കുക. നമുക്ക് ഓപ്പൺ ടു വർക്ക് അതൊക്കെ ഇടാനുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ലിങ്ക്ഡിനിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ അതിനകത്ത് നമ്മുടെ സി വിയിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ജോലികളാണ് ചെയ്തത് അതിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സി വിയിലെ പോലെ തന്നെ മാക്സിമം കീവേഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ഈ പ്രൊഫൈലിലാണ് അവർക്ക് ജോബ് റിക്രൂട്ടേഴ്സിന് പോപ്പപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ പലരും ചെയ്ത് കണ്ടിട്ടുള്ളതാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന അതേ പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം പേഴ്സണൽ പോസ്റ്റുകൾ ലിങ്ക്ഡിനിലും പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ലിങ്ക്ഡിനിൽ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈവൻ അതൊരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടെ അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ പോസ്റ്റുകളും അതൊന്നും അതിനകത്ത് ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.